കലാസൃഷ്ടികൾ എന്നും നമുക്കൊരത്ഭുതമാണ്. അത് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നു. ചിലത് നമ്മുടെ കണ്ണിൽ പെടാത്തവയാണെങ്കിൽ മറ്റു ചിലത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. എന്നാൽ ചിലപ്പോൾ ഇത്തരം സൃഷ്ടികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും കണ്ടേക്കാം. ഉദാഹരണത്തിന് കടലൊച്ചുകൾ. ഇവയുടെ വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള ഡിസൈനുകൾ കാഴ്ചയ്ക്ക് മനോഹരമാണ്. എന്നാൽ അതുമാത്രമല്ല, കടലൊച്ചുകളുടെ ഈ കടും നിറങ്ങൾ ഇരപിടിയന്മാരിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നു. നിറം മാറുന്നതിൽ മിടുക്കരാണ് ഓന്തുകൾ. ചിലപ്പോൾ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇണയെ ആകർഷിക്കാനായിരിക്കും ഇവ ഇങ്ങനെ ചെയ്യുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും ഒരേ കലാവിരുതുകൾ പുറത്തെടുക്കുന്ന ജീവികളും ഉണ്ട്. ഉദാഹരണത്തിന് മയിൽ ചിലന്തികളും മയിലുകളും. ചുവരിൽ തൂക്കിയിടുന്ന പെയിന്റിംഗ് പോലെയല്ല, പല ജീവികളും ചലിച്ചുകൊണ്ട് അവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളും അവയുടെ സൗന്ദര്യവും എടുത്തു കാണിക്കുന്നു. തന്റെ നിറം ആകർഷകമായ രീതിയിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ആൺ പറുദീസ പക്ഷിയോട് കിടപിടിക്കാൻ മിക്ക പക്ഷികൾക്കും കഴിയില്ല. മുങ്ങാങ്കോഴിയുടെ ഇനത്തിൽപ്പെട്ട വെസ്റ്റേൺ ഗ്രീബുകളുടെ നൃത്ത ചൂടുകൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചവിരുന്ന് തന്നെയാണ്. ഈ ഇണപ്പക്ഷികൾ ഒരേ താളത്തിൽ ഒരുപോലെ ചൂടുകൾ വെക്കുന്നു. അതാരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആൺ ബോവർ പക്ഷികൾ ചുറ്റുമുള്ള വസ്തുക്കൾ കൊണ്ട് കൂട് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. അത് ഒരു കലാകാരന്റെ കലാസൃഷ്ടി പോലെ തോന്നും. ഇനി തന്റെ കഴിവുകൾ പുറത്തെടുത്ത് തന്നേക്കാൾ വലിയൊരു കലാസൃഷ്ടിയെ ഉണ്ടാക്കുന്ന ഒരു കൊച്ചു കലാകാരനെ പരിചയപ്പെടാം. വെള്ളപ്പുള്ളികളുള്ള പഫർ ഫിഷ് കടലിന്റെ അടിത്തട്ടിൽ അതിസങ്കീർണമായൊരു ചിത്രം വരച്ചുണ്ടാക്കുന്നു. അത് കണ്ടാൽ ആരും ഒന്നും ഞെട്ടിപ്പോകും. ഈ കുഞ്ഞൻ മീനുകൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ചിത്രരചന നടത്തുന്നതെന്നറിയാമോ? ഒരു പെൺ പഫർ ഫിഷിനെ ആകർഷിക്കാൻ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ജീവികളിലെ ഈ കലാവിരുതുകൾ പരിണമിച്ചുണ്ടായതാണോ? അല്ലെങ്കിൽ അതാരുടെ കരവിരുത്?